2025 മാർച്ച് മാസത്തിൽ ബോണസ് ഇഷ്യൂകളും ഓഹരി വിഭജനങ്ങളും പ്രഖ്യാപിച്ച കമ്പനികൾക്ക് വലിയ നിക്ഷേപക ശ്രദ്ധ ലഭിക്കാൻ സാധ്യത കൂടുതലാണ്. ഈ നടപടികൾ കമ്പനികളുടെ ശക്തമായ സാമ്പത്തിക പ്രകടനം, ഭാവിയിലെ വിപുലീകരണ പദ്ധതികൾ, കൂടാതെ ഓഹരി ഉടമകൾക്ക് മൂല്യവർദ്ധനവിന്റെ പ്രതീക്ഷയോടെയുള്ള പ്രതിബദ്ധത എന്നിവയിലേക്ക് സൂചിപ്പിക്കുന്നു. ബോണസ് ഇഷ്യൂ കമ്പനികളുടെ നിലനിൽക്കുന്ന നിക്ഷേപകർക്ക് അധിക ഓഹരികൾ നൽകുന്നതിനാൽ അവരുടെ ഹോൾഡിംഗ് വർദ്ധിക്കുകയും വിപണി മൂല്യനിർണ്ണയം മെച്ചപ്പെടുകയും ചെയ്യും. അതേസമയം സ്റ്റോക്ക് വിഭജനം ഓഹരിയുടെ മുഖവില കുറച്ച് ചെറുനിക്ഷേപകരും അധിക ഷെയറുകൾ സ്വന്തമാക്കാനുള്ള അവസരം നൽകുകയും വിപണിയിൽ ലിക്വിഡിറ്റി വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഈ മാറ്റങ്ങൾ കുറച്ചുകാലത്തേക്ക് ഓഹരികൾക്ക് പോസിറ്റീവ് സമ്മർദ്ദം സൃഷ്ടിക്കാമെങ്കിലും യഥാർത്ഥ മൂല്യവർദ്ധനവ് കമ്പനികളുടെ അടിസ്ഥാന ഫണ്ടമെന്റലുകൾ, ഭാവിയിലെ വളർച്ചാ സാധ്യതകൾ, വിപണി അവലോകനം എന്നിവയിൽ ആശ്രയിച്ചിരിക്കും. 2025 മാർച്ചിൽ ഈ മാറ്റങ്ങൾ നടപ്പിലാക്കാൻ പോകുന്ന കമ്പനികളെ നമുക്ക് വിശദമായി പരിശോധിക്കാം. മംഗളം ഗ്ലോബൽ എന്റർപ്രൈസസ് ലിമിറ്റഡ്. മംഗളം ഗ്ലോബൽ എന്റർപ്രൈസസ് ലിമിറ്റഡ് പ്രധാനമായും ആഭ്യന്തര വിപണിയിലേക്കും അന്താരാഷ്ട്ര വിപണികളിലേക്കും കയറ്റുമതി ചെയ്യുന്നതിനായി റിഫൈൻഡ് കാസ്റ്റർ ഓയിൽ, ഫസ്റ്റ് സ്റ്റേജ് ഗ്രേഡ് കാസ്റ്റർ ഡ്യോയിൽ കേക്ക്, ഹൈ പ്രോട്ടീൻ കാസ്റ്റർ ഡ്യോയിൽഡ് കേക്ക് എന്നിവയുടെ നിർമ്മാണത്തിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. കമ്പനി ബിസിനസ് പ്രവർത്തനങ്ങൾ വൈവിധ്യവൽക്കരിച്ചത് കോട്ടൺ ബെയിൽസ്, ലിൻഡ് കോട്ടൺ, ഡെലിനേറ്റ് കോട്ടൺ വിത്തുകൾ എന്നിവയുടെ നിർമ്മാണത്തിലേക്കുമാണ്. 2018-19 സാമ്പത്തിക വർഷത്തിൽ ഉൽപ്പന്നങ്ങളുടെ വാണിജ്യ നിർമ്മാണം ആരംഭിക്കുന്നതിന് മുമ്പ് കമ്പനി വ്യാപാര ബിസിനസ്സിൽ ഏർപ്പെട്ടിരുന്നു. ആനന്ദ് രതി വെൽത്ത് ലിമിറ്റഡ്. ആനന്ദ് രതി വെൽത്ത് ലിമിറ്റഡ് 1995 മാർച്ച് 22 സ്ഥാപിതമായി. AMFIയിൽ രജിസ്റ്റർ ചെയ്ത മ്യൂച്വൽ ഫണ്ട് വിതരണക്കാരായ ഇത് ഇന്ത്യയിലെ മുൻനിര നോൺ ബാങ്ക് വെൽത്ത് സൊല്യൂഷൻസ് സ്ഥാപനങ്ങളിൽ ഒന്നാണ്. രാജ്യത്തെ മികച്ച 3 നോൺ ബാങ്ക് മ്യൂച്വൽ ഫണ്ട് വിതരണക്കാരിൽ ഒന്നാണിത്. കമ്പനി അതിന്റെ ക്ലയന്റുകൾക്ക് വെൽത്ത് സൊല്യൂഷൻസ്, ഫിനാൻഷ്യൽ ഉൽപ്പന്ന വിതരണം, ടെക്നോളജി സൊല്യൂഷൻസ് എന്നിവയുടെ വിശാലമായ ഉൽപ്പന്ന പോർട്ട്ഫോളിയോ വാഗ്ദാനം ചെയ്യുന്നു. ഓഹരി പ്രകടനം. കഴിഞ്ഞ 2 വർഷത്തിനിടെ ആനന്ദ് രതി വെൽത്തിന്റെ ഓഹരി വില 424.72% ഉയർന്നു, നിക്ഷേപകരുടെ സമ്പത്ത് ഇരട്ടിയാക്കി. അതേസമയം കഴിഞ്ഞ 3 വർഷത്തിനിടെ ബോണസ് ഓഹരികൾ ഉൾപ്പെടെ 620.94% നേട്ടം രേഖപ്പെടുത്തി. കമ്പനിയുടെ ബിസിനസ് മേഖലകളിൽ 20-25% വരെ അന്തർലീന വളർച്ചാ സാധ്യതയുണ്ടെന്ന് മാനേജ്മെന്റ് പ്രതീക്ഷിക്കുന്നു. ഈ വളർച്ച ദീർഘകാലത്ത് നിലനിർത്താൻ കഴിയും എന്ന ആത്മവിശ്വാസം കമ്പനിക്കുണ്ട്. ബോണസ് ഇഷ്യൂ. 2025 ജനുവരി 13 ആനന്ദ് രതി വെൽത്ത് 1:1 അനുപാതത്തിൽ ബോണസ് ഇഷ്യൂ പ്രഖ്യാപിച്ചു. അതായത് ഓരോ നിലവിലുള്ള ഓഹരിക്കും ഒരു പുതിയ ഓഹരി അധികമായി നൽകും. ഒരു നിക്ഷേപകന് 200 ഓഹരികൾ കൈവശം വച്ചിരുന്നെങ്കിൽ ബോണസ് ഇഷ്യൂവിന് ശേഷം 100 അധിക ഓഹരികൾ ലഭിക്കുകയും മൊത്തം ഓഹരി എണ്ണം 300 ആയി വർദ്ധിക്കുകയും ചെയ്യും. റെഗുലേറ്ററി ഫയലിംഗിന്റെ അടിസ്ഥാനത്തിൽ ബോണസ് ഇഷ്യൂവിനായുള്ള റെക്കോർഡ് തീയതി 2025 മാർച്ച് 5 ആയി നിശ്ചയിച്ചിരിക്കുന്നു. ബോണസ് ഇഷ്യൂകൾ ഓഹരി ഉടമകൾക്ക് നേരിട്ട് സാമ്പത്തിക നേട്ടം നൽകുന്നില്ലെങ്കിലും ഓഹരി പങ്കാളിത്തം വർദ്ധിപ്പിക്കുകയും പണലഭ്യത മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. ഒരു കമ്പനിയുടെ സാമ്പത്തിക ആരോഗ്യം വിലയിരുത്താതെ ബോണസ് ഇഷ്യൂവിനെ വളർച്ചാ സൂചകമായി പരിഗണിക്കാൻ നിക്ഷേപകർ ശ്രദ്ധിക്കേണ്ടതാണ്. SBI ലൈഫ് ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും BNB പാരിബ് കാർഡിഫും തമ്മിലുള്ള സംയുക്ത സംരംഭമാണ് SBI ലൈഫ് ഇൻഷുറൻസ്. ഭവന വായ്പകൾ, വ്യക്തിഗത വായ്പകൾ തുടങ്ങിയ നിരവധി ബാങ്കിംഗ് ഉൽപ്പന്ന പാക്കേജുകൾക്കൊപ്പം ക്രോസ് സെല്ലിംഗ് ഇൻഷുറൻസ് ഉൽപ്പന്നങ്ങൾക്കായുള്ള ഒരു പ്ലാറ്റ്ഫോമായി SBI ലൈഫ് സ്റ്റേറ്റ് ബാങ്ക് ഗ്രൂപ്പ് ബന്ധത്തെ വിപുലമായി പ്രയോജനപ്പെടുത്തുന്നു. SBI ലൈഫ് ഇൻഷുറൻസ് ഓഹരി പ്രകടനം. കഴിഞ്ഞ 1 വർഷത്തിനിടെ SBI ലൈഫ് ഇൻഷുറൻസ് ഓഹരി സമ്മിശ്ര പ്രകടനം കാഴ്ചവച്ചു. കഴിഞ്ഞ മാസം ഓഹരി വില ഏകദേശം 3% ഉയർന്നപ്പോൾ കഴിഞ്ഞ 6 മാസത്തിനിടെ 17% ഇടിഞ്ഞു. കഴിഞ്ഞ 1 വർഷത്തിനിടെ ഓഹരി ഏകദേശം 4% കുറഞ്ഞപ്പോൾ ബെഞ്ച്മാർക്ക് നിഫ്റ്റി 50 സൂചിക ഇതേ കാലയളവിൽ 1.95% മാത്രം ഉയർന്നിരുന്നു. 2025 സാമ്പത്തിക വർഷത്തെ 3ാം പാദത്തിൽ SBI ലൈഫ് 550 കോടി രൂപയുടെ അറ്റാദായം റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ഇത് 321 കോടി രൂപ മാത്രമായിരുന്നു. ഇത് വിപണി പ്രതീക്ഷകളെ മറികടന്ന് 71% വളർച്ചയാണ്. അറ്റ പ്രീമിയം വരുമാനം 11% ഉയർന്ന് 24,828 കോടി രൂപയായി. പുതിയ ബിസിനസ് പ്രീമിയം വരുമാനം 14% വർദ്ധിച്ച് 1,446 കോടി രൂപയിലെത്തി. ഡിവിഡൻഡ് പ്രഖ്യാപനം. 2025 ഫെബ്രുവരി 25 കമ്പനി ഡയറക്ടർ ബോർഡ് ഫെബ്രുവരി 28 ഇക്വിറ്റി ഓഹരികളിൽ ഇടക്കാല ലാഭവിഹിതം പരിഗണിക്കുമെന്ന് പ്രഖ്യാപിച്ചു.
ലാഭവിഹിതത്തിനായുള്ള റെക്കോർഡ് തീയതി 2025 മാർച്ച് 7 ആയി നിശ്ചയിച്ചു. 2024 സാമ്പത്തിക വർഷത്തിൽ SBI ലൈഫ് ഓഹരിക്ക് 2.7 രൂപ എന്നിങ്ങനെ 27% ലാഭവിഹിതം വിതരണം ചെയ്തു. 2018 മുതൽ കമ്പനി 7 തവണ ലാഭവിഹിതം പ്രഖ്യാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷത്തിനിടെ ഒരു ഓഹരിക്ക് ശരാശരി 2 രൂപ ലാഭവിഹിതം നൽകിയിട്ടുണ്ട്. കമ്പനിയുടെ പ്രവർത്തന മേഖലകൾ. SBI ലൈഫ് ഇൻഷുറൻസ് ഇന്ത്യയിലെ മുൻനിര ലൈഫ് ഇൻഷുറൻസ് ദാതാക്കളിൽ ഒന്നാണ്. 2000-ൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും BNP പാരിബ കാർഡിഫും സംയുക്ത സംരംഭമായി ആരംഭിച്ച ഈ ഇൻഷുറൻസ് കമ്പനി വ്യക്തികളും ഗ്രൂപ്പുകളും ഉൾപ്പെടെ വിവിധ ഉപഭോക്താക്കൾക്ക് അനുവദിക്കുന്ന ഇൻഷുറൻസ് ഉൽപ്പന്നങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. കൺക്ലൂഷൻ. 2025 മാർച്ചിൽ ബോണസ് ഇഷ്യൂ, ഓഹരി വിഭജനം, ഡിവിഡൻഡ് പ്രഖ്യാപനം എന്നിവ നടത്തിയ ഓഹരികൾ നിക്ഷേപകരുടെ ആത്മവിശ്വാസം ശക്തിപ്പെടുത്തുകയും കമ്പനികളുടെ വളർച്ചാ ദിശ വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഈ കോർപ്പറേറ്റ് നടപടികൾ ഓഹരികൾക്ക് കൂടുതൽ ആകർഷണീയത നൽകുകയും വിപണിയിലെ പണലഭ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. നിക്ഷേപകർക്ക് ഈ മാറ്റങ്ങൾ വിശദമായി വിലയിരുത്തി കമ്പനിയുടെയും വിപണിയുടെയും ഭാവി സാധ്യതകൾ മനസ്സിലാക്കിയാണ് നീങ്ങേണ്ടത്. ദീർഘകാല വളർച്ചയുള്ള ഓഹരികളെ തിരിച്ചറിയാനും പൂർണ്ണമായും പ്രയോജനം നേടാനും ഈ കാലഘട്ടം മികച്ച അവസരമായി മാറാം. Thank you.